Hello traders, welcome back to Boss Markets. By the way, this is gold, 30 minutes time frame chart. In today's video, I am walking you through a clean and high probability trade I took on gold today's using my Wickfield strategy. നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ നോക്കാം. എന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വിക്ഫീൽഡ് സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വിക്ഫീൽഡിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എടുത്ത എൻട്രി. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ലണ്ടൻ ഓപ്പണിലാണ് ഇന്നത്തെ ട്രേഡ് വന്നിട്ടുള്ളത്. ഓക്കെ, പ്രീവിയസ്ലി നല്ല ലോങ് റിജക്റ്റ് ചെയ്തിട്ട് പ്രൈസ് വിക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി അല്ലെങ്കിൽ കൺഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതുവരെ വിക്ക് ടച്ച് ചെയ്യാൻ എന്തായാലും പോകും മാർക്കറ്റ്. ഓക്കെ, ക്ലീൻ സൈഡാണല്ലോ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതുപോലെ തന്നെ വോളിയം നമുക്ക് മീറ്റ് ചെയ്തു. ലണ്ടൻ ഓപ്പണാണ്, വോളിയം ഉണ്ട്. അപ്പർ വിക്ക് ഫോം ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എൻട്രി എടുത്തു, സെല്ലെടുത്തു. 1 ഹവറിലും 30 മിനിറ്റ്സിലും വളരെ അടിപൊളിയായിരുന്നു. നമ്മൾ വെച്ച ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 72 പിപ്സ് ആയിരുന്നു പ്രീവിയസ് ക്യാൻഡിലിന്. ഓൾമോസ്റ്റ് ഞാനൊരു 60 പിപ്പിൽ റിജക്ഷൻ കണ്ടപ്പോൾ എക്സിറ്റ് അടി. ഇതിൻ്റെ SL എന്ന് പറയുന്നത് 25 പിപ്സാണ്, വെറും 25 പിപ്സ്. മാക്സിമം ഈ ട്രേഡ് ഞാൻ എടുത്ത സമയം ഐ തിങ്ക് ഒരു 10 മിനിറ്റ്സേ ഈ ട്രേഡിന് എടുത്തിട്ടുണ്ടാവുള്ളൂ. പ്രീവിയസ്ലി ഈ വിക്ക് ഇവിടെ ഫോം ചെയ്യാനുള്ളൊരു കാരണം ഇവിടെ അതാ ക്ലീൻ സൈഡ് ഉണ്ടോ നിങ്ങൾ ഈ 30 മിനിറ്റ്സിൻ്റെ പ്രീവിയസ് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് ടച്ച് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് പോയി ആ ഒരു വിക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ട്രേഡ് എടുത്തു. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഇതിൻ്റെ പേരാണ് വിക്ഫീൽഡ് സ്ട്രാറ്റജി. മാർക്കറ്റ് എന്തായാലും ഒരു 90% പ്രീവിയസ്ലി ഉണ്ടാക്കിയിരിക്കുന്ന മീൻസ് ലോങ് വിക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മാർക്കറ്റ് അത് ടച്ച് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ഞാൻ ഫുൾ TPക്ക് വെയിറ്റ് ചെയ്ത് ഇവിടെ റിജക്ഷൻ കണ്ടപ്പോൾ എക്സിറ്റ് അടിച്ചു. ഓൾമോസ്റ്റ് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് തന്നെ ഇപ്പോൾ ഇത് വന്നു. ഫുൾ പൊസിഷൻ ഞാൻ റിജക്ഷൻ കണ്ടപ്പോൾ ക്ലോസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.